നിങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈലിൻ്റെ വോളിയം കുറഞ്ഞതായിട്ട് എപ്പോഴെങ്കിലും നിങ്ങളുടെ അനുഭവത്തിൽ വന്നിട്ടുണ്ടോ? വീഡിയോ കാണുന്ന സമയത്ത്, അല്ലെങ്കിൽ ഓഡിയോ പ്ലേ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വോയിസ് ക്ലിപ്പ് കേൾക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ നിങ്ങൾക്ക് അനുഭവത്തിൽ വന്നിട്ടുണ്ടാകും. ഇനി നിങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈലിൻ്റെ വോളിയം കുറഞ്ഞു എന്ന് ഒരിക്കലും നിങ്ങൾ പറയില്ല. ഇന്നത്തെ വീഡിയോ മുഴുവനായിട്ടും കാണുക. ഇതിനായിട്ട് പ്രത്യേകമായിട്ട് ഒരു ഹിഡൻ സെറ്റിങ്സ് നമ്മുടെ മൊബൈലിൻ്റെ അകത്ത് തന്നെ ഒളിഞ്ഞിരിപ്പുണ്ട്. നമുക്കറിയാം, ആൻഡ്രോയിഡ് യൂസറെ സംബന്ധിച്ചിടത്തോളം വോളിയം കൺട്രോളിൻ്റെ ആ ഒരു സിസ്റ്റം ഒരു ലിമിറ്റേഷനിലായിരിക്കും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകുക. ആ ഒരു ലിമിറ്റേഷൻ നമ്മളൊന്ന് മാറ്റിയാൽ മതി, ഹൈ വോളിയത്തിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ഉപയോഗിക്കാൻ സാധിക്കും. എന്നാൽ എല്ലാ മൊബൈലിലും ഈ ഒരു സെറ്റിങ്സ് കാണുന്നില്ല. അവർക്കായിട്ട് ഞാനൊരു ആപ്ലിക്കേഷനും പരിചയപ്പെടുത്തുന്നുണ്ട്. ഇതിലൂടെയും നമുക്ക് ഹൈ വോളിയത്തിൽ ഈ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാനും സാധിക്കും. അപ്പോൾ നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നെങ്കിലും യൂട്യൂബിലാണ് വീഡിയോ കാണുന്നെങ്കിലും കമൻറ്റ് ബോക്സിലോ ഡിസ്ക്രിപ്ഷനിലോ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് കാണാൻ സാധിക്കും. അതിലൂടെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് ഇതെങ്ങനെ ഉപയോഗിക്കാം, എന്തൊക്കെയാണ് ഇതിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം. സമയം കളയാതെ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ 2 മൊബൈലുകൾ എടുത്തിട്ടുണ്ട്. ഇവിടെ ഈ ഭാഗത്ത് കാണുന്നത് സാംസങ്ങിൻ്റെ പഴയ മൊബൈലാണ്. എന്നാൽ ഈ ഭാഗത്ത് റിയൽമിയുടെ പുതിയ മൊബൈലാണ് ഉള്ളത്. എന്നാൽ പുതിയ മൊബൈലാണെങ്കിൽ പോലും ആ മൊബൈലിൽ നേരത്തെ ഞാൻ പറഞ്ഞ സെറ്റിങ്സ് ഇല്ല. പഴയ മൊബൈലിൽ, സാംസങ്ങിൻ്റെ മൊബൈലിൽ എവിടെയാണ് ആ സെറ്റിങ്സ് എന്ന് നോക്കാം. മൊബൈലിലെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ സൗണ്ട് ആൻഡ് വൈബ്രേഷൻ എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. ഇവിടെ തന്നെ വോളിയം എന്ന ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ തന്നെ റിംഗ് ടൂൺ, മീഡിയ, നോട്ടിഫിക്കേഷൻ, സിസ്റ്റം എന്നത് വോളിയം കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഇവിടെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. എന്നാൽ ഇവിടെ തന്നെ വലതുവശത്ത് മുകളിൽ ഒരു 3 ഡോട്ട്സ് കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മീഡിയ വോളിയം ലിമിറ്റ് എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് ലഭിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓഫിലായിരിക്കും ഉണ്ടാകുക. അതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. ഇവിടെ കസ്റ്റം വോളിയം ലിമിറ്റ് എന്ന ഭാഗം ലിമിറ്റ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കും. അത് നമുക്ക് എത്ര വേണമെങ്കിലും കൂട്ടാം. അങ്ങനെ കൂട്ടിയിട്ട് നിങ്ങൾക്കിത് ഓഫ് ചെയ്യാം. ആ ഒരു കൂട്ടിയത് അങ്ങനെ തന്നെ ഉണ്ടാകും. ഇത് ഓൺ ചെയ്താലും ഓഫ് ചെയ്താലും അവിടുന്ന് പോവില്ല. ഓക്കെ. പക്ഷേ ഈ ഒരു റിയൽമിയുടെ മൊബൈലിൻ്റെ സെറ്റിങ്സിൽ അത് കാണുന്നില്ല. സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ തന്നെ സൗണ്ട് ആൻഡ് വൈബ്രേഷൻ എന്ന ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സാധാരണ പോലെ നമുക്ക് വോളിയം ആ ഒരു ലിമിറ്റേഷനിൽ തന്നെയാണുള്ളത്. അതിൽ കൂട്ടാനുള്ള ഓപ്ഷൻ ഇവിടെ എവിടെയും, അതായത് മീഡിയം വോളിയം ലിമിറ്റ് എന്ന ഓപ്ഷൻ എവിടെയും കാണാനില്ല. അങ്ങനെയുള്ള മൊബൈലിൽ ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തി തരാം. ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഫേസ്ബുക്കിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയാണ് കാണിക്കുക. ഇവിടെ പെർമിഷൻ നിങ്ങൾ അലോ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ തന്നെ നമുക്ക് 100% മുകളിൽ വോളിയം കൺട്രോളിൻ്റെ ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. പക്ഷേ ബൂസ്റ്റ് എന്ന ഭാഗത്ത് 60% മാത്രമേ നമുക്ക് വെക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ അത് 100% ആക്കാൻ സാധിക്കും. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇടതുവശത്തുള്ള ആ ഒരു സെറ്റിങ്സിൻ്റെ ഗിയർ ചിഹ്നം, മുകളിൽ കാണുന്ന ഗിയർ ചിഹ്നം ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സെറ്റിങ്സ് എന്ന ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 2 ഓപ്ഷനും ടിക്ക് മാർക്ക് ഉണ്ടാകും. മൂന്നാമത്തെ മാക്സിമം അലോഡ് ബൂസ്റ്റ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ 60%-ത്തിലായിരിക്കും ഉണ്ടാകുക. അത് 100% ആയി കൊടുക്കുക. പക്ഷേ ഇവിടെ 40% നല്ലത് എന്ന് പറയുന്നുണ്ട്. പക്ഷേ നമുക്ക് വളരെ കുറവാണ് വോളിയം എങ്കിൽ ഒരു 60% ഒക്കെ വെക്കാം. പക്ഷേ 100% വരെ വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. വളരെ നല്ലൊരു ആപ്ലിക്കേഷനാണ്. പരസ്യങ്ങളൊന്നുമില്ല. വളരെ ഈസി ആയിട്ട് നമുക്ക് ഏത് മൊബൈലിലും ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ സാധിക്കും. നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.